മോളെ ചേച്ചിയെ കണ്ടിട്ട് ചേച്ചി കുറച്ച് നന്നായിട്ടുണ്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ, ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തും ഒക്കെ പിന്നെ ആവാം. നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിലൽപ്പം കുഴഞ്ഞ കേസാ. ഏയ്, ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതമൊന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചങ്ങ് കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ എവിടം വരെയായി? ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണപ്പൻ. ആണിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം അറിയും. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, ഫാദറിന് വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടം വയറ്റിൽ കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിൻ്റെച്ചോ, സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. തടിയൊന്ന് പോരട്ടെ. കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന് വീട് ഇതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്റെ പോലീസിനെ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസ്തവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വരാം. വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള ഇത് ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മരം മോഷ്ടിച്ചുണ്ടോ? പറ്റും സാർ.
അപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്താ രവിയേട്ട ഇങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. ഏയ് ഉം. എന്താ ഉം. ഇന്നിതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ. അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നത്. ദേ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ടാ, എന്താണ് കുഴപ്പം? ദേ, എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം. പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവിയേട്ടൻ അറിയാമല്ലോ. പറയൂ. ഞാൻ പറയാം, പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ട, പറയൂ രവിയേട്ട. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി ബാത്റൂം